പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിന് മുന്നോടിയായുള്ള അനൌദ്യോഗിക ചർച്ചകൾ വത്തിക്കാനിൽ തുടങ്ങി. പേപ്പൽ കോൺക്ലേവിന്റെ തീയതി സംബന്ധിച്ച് ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്ന സെന്റ് മേരി മേജർ ബസേലിക്കയിലേക്ക് വിശ്വാസികളുടെ തിരക്ക് തുടരുകയാണ്. വത്തിക്കാനിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പി ജെയിംസ്, ഇനി ഉള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? എത്ര വേഗത്തിലാണത് നടക്കാൻ പോകുന്നത്? എന്തൊക്കെ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ. ഞാൻ റോമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഗോപികൃഷ്ണൻ, ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തിട്ടുള്ള സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശുദ്ധ പദവിയിലേക്ക് മാർപ്പാപ്പ എത്തും എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള വിശ്വാസികൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സെൻറ്റ് മേരീസ് ബസിലിക്ക ഒരു പുതിയ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കെ തന്നെ ഇവിടെ വത്തിക്കാനിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അനൗദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള ഇതും ഇവിടുത്തെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പലർക്കും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകമെമ്പാടും വലിയ ഒരു ആദരവ് ലഭിച്ച സാഹചര്യത്തിൽ ആരായിരിക്കും ആ ലെഗസി കാത്തു സൂക്ഷിക്കുന്ന മാർപ്പാപ്പ ആയിട്ട് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ. പലരെയും ചുറ്റിപ്പറ്റി ഇത് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പിയട്രോ പിരോളിനെ ചുറ്റിപ്പറ്റിയാണ്. ഒപ്പം തന്നെ ഒരുപക്ഷെ ഏഷ്യയിൽ നിന്ന് ഇതുവരെ ഒരു മാർപ്പാപ്പ ഉണ്ടായിട്ടില്ല. ഏഷ്യയിലെ ഫിലിപ്പീൻസിൽ നിന്ന് ലൂയി ആൻ്റോണിയോ ടാഗ്ലെ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാരുണ്യവും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ടാഗ്ലയുടെ പേരും ഒപ്പം ഈ രണ്ട് പേരുകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒപ്പം തന്നെ ആഫ്രിക്കയിൽ നിന്ന്, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, ഇറ്റലിയിലെ മറ്റൊരു കർദിനാൾ, ഇവരുടെയൊക്കെ പേരുകൾ ഇതോടൊപ്പമുണ്ട്. പക്ഷേ ഈ രണ്ട് പേർക്കാണ് മുൻതൂക്കമുള്ളത്. ഇത് സംബന്ധിച്ചുള്ള അനൗദ്യോഗിക ചർച്ചകൾ നടക്കുകയാണ്. ഗോപി, ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം, പാവപ്പെട്ടവരോട് അതുപോലെ തന്നെ കുടിയേറ്റക്കാരോടൊക്കെ ഉണ്ടാക്കിയ സ്നേഹവും, ലോകമെമ്പാടും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ പാലസ്തീൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയ രീതിയൊക്കെ ലോകത്തിൻ്റെ ചെയ്തികളിലൊക്കെ നേരിട്ട് ഇടപെടുന്നൊരു മാർപ്പാപ്പ, അതിനെ പിൻഗാമിയായിട്ട് വരുന്ന ആൾ അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലെഗസി ക്യാരി ചെയ്യുന്ന ആളായിരിക്കണം എന്ന രീതിയിലാണ് ചർച്ച. അതിലൊരു ചർച്ചയുള്ളത് ഗോപി, കണ്ടിന്യൂവിറ്റി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മാർപ്പാപ്പയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന, അല്ലെങ്കിൽ അതിന് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിരുന്ന ആളാണ് പിയട്രോ പരോളിൻ. അപ്പോൾ പരോളിൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഭരണപരമായ കാര്യങ്ങളിൽ വളരെ കഴിവുള്ള ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷെ ടാഗ്ലെ ഈ കത്തോലിക്ക സഭയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനുഷ്യത്വത്തിൻ്റെ മുഖമാണ്. രണ്ട് തരത്തിലാണ് ചർച്ചകൾ വരുന്നത്. ഒന്ന്, കണ്ടിന്യൂവിറ്റി വേണം എന്നുള്ള തരത്തിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ, കർദിനാളന്മാർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിൽ രണ്ട് പേരിൽ ഒരാൾ എന്നുള്ളത്. പക്ഷേ മറ്റു പേരുകൾ പലപ്പോഴും മത്സരം വരുമ്പോൾ ഇതിനിടയിൽ ഒരു മൂന്നാമത്തെ ആളായിരിക്കും ചിലപ്പോൾ കയറി വരിക. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇറ്റാലിയൻ രണ്ട് കർദിനാൾമാർ തമ്മിൽ മത്സരം നടന്നപ്പോൾ അതിനിടയിൽ നിന്ന് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോളണ്ടിലെ കരോൾ വോയ്റ്റീവ് എന്ന കർദിനാൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി 1978 തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇത് തന്നെയാണ് മറ്റു തരത്തിൽ ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർന്നു വന്നതും ആരും മാധ്യമങ്ങളൊന്നും പ്രവചിച്ചിരുന്ന പല പേരുകളൊക്കെയാണ്. മിലാനിലെ കർദിനാളിൻ്റെ പേരൊക്കെയാണെന്ന് ഉയർന്നിരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അത്ഭുതകരമായിട്ടാണ് കയറി വന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമായിരുന്നു, ബെനഡിക്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോൾ രണ്ടാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായിരുന്നു, അന്നത്തെ ബെർഗോളിയോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മീഡിയയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് മാത്രം. എന്തായാലും ബെനഡിക്ട് മാർപ്പാപ്പയുടെ ചോയ്സ് മാത്രമാണ് പ്രവചിച്ച പോലെ വന്നത്. പ്രത്യേകിച്ച് അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശക്തനായിട്ടുള്ള പിന്തുണക്കാരനായിട്ട്, പക്ഷേ യാഥാസ്ഥികവാദിയായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയേക്കാളൊക്കെ അധികം ജനകീയ സ്വഭാവമുള്ള ആളായിരുന്നില്ല. വരുമെന്നത് പ്രഖ്യാപനമായിരുന്നു. എന്തായാലും ഇതൊക്കെ നടക്കുമ്പോൾ ഗോപി, ഇവിടെ വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും പോയത്. അതിനെതിരെ അതിശക്തമായ ഭാഷയിൽ റഷ്യയിൽ നിന്ന് തിരിച്ചടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ട്രംപ് പൊട്ടിച്ച വെടി അത് തിരിച്ച് അടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റോമിൽ നിന്നാണ് യുക്രൈൻ സമാധാനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വെടി പൊട്ടിച്ചത് ട്രംപ്.
സെലൻസ്കി അവർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടുത്ത് ഉള്ള 2 കസേരകളിൽ ഇരുന്നാണ് സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് കൂടെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് മാർപ്പാപ്പ അത്ഭുതം ശരി, പി പി ജെയിംസ്, ഇനി നമ്മൾ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ഈ പേപ്പൽ കോൺക്ലേവ് എപ്പോഴായിരിക്കും? അതിന്റെ തീയതി സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ? കാരണം ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും നീണ്ടുപോയ ഒരു പേപ്പൽ കോൺക്ലേവ് 3 വർഷം വരെ എടുത്ത ഒരു ചരിത്രമുണ്ട്. അപ്പോൾ പേപ്പൽ കോൺക്ലേവിലായിരിക്കുമല്ലോ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. അതിന്റെ നടപടിക്രമങ്ങൾ എപ്പോഴായിരിക്കും തുടങ്ങുക? അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, അനൗദ്യോഗിക ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ. പേപ്പൽ കോൺക്ലേവിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ മെയ് 5-നോ 6-നോ ആയിരിക്കാനാണ് സാധ്യത. പൊതുവെയുള്ളൊരു ചട്ടമനുസരിച്ച് മാർപ്പാപ്പ കാലം ചെയ്ത് 15 ദിവസം കഴിഞ്ഞ് ഇത് ആരംഭിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ മെയ് 5-ഓ 6-ഓ ആയിരിക്കും ആ തീയതി. 20-നുള്ളിൽ അത് തുടങ്ങിയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കീഴ്വഴക്കമനുസരിച്ച് മെയ് 5-ാം തീയതിയോ 6-ാം തീയതിയോ പേപ്പൽ കോൺക്ലേവ് ആരംഭിക്കാനാണ് സാധ്യത. ഈ കോൺക്ലേവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ അത് കീ എന്നാണ്. അപ്പോൾ സാധാരണ ഈ സിസ്റ്റൈൻ ചാപ്പലിൽ ഈ ശരി, പി പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വത്തിക്കാനിൽ നിന്ന്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കോൺക്ലേവിന് മുന്നോടിയായി അനൗദ്യോഗിക ചർച്ചകൾ വത്തിക്കാനിൽ തുടങ്ങിയിട്ടുണ്ട്. പേപ്പൽ കോൺക്ലേവിന്റെ തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്ന സെന്റ് മേരി മേജർ ബസേലിക്കയിലേക്ക് ഇപ്പോൾ വിശ്വാസികളുടെ തിരക്ക് തുടരുകയാണ്.